ഈ എൻവയോൺമെന്റിനെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ ഞാൻ ഈ ഒരു രാജ്യത്തേക്ക് പോയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. കാരണം ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ പ്ലാസ്റ്റിക് ബാൻഡ് ആയിരിക്കും എന്നുള്ളത്. ചുരുക്കി പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിങ്ങൾക്കൊരു സാധനം കൊണ്ട് അവിടുത്തെ എയർപോർട്ടിൽ ഇറങ്ങാൻ പോലും പറ്റില്ല. കാരണം അവിടെ പ്ലാസ്റ്റിക് ബാൻഡാണ്. നിങ്ങൾക്ക് ഒരു സാധനവും അവിടെ പ്ലാസ്റ്റിക്കിൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല, പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഏതാ രാജ്യം എന്നല്ലേ? കെനിയ പോലൊരു ആഫ്രിക്കൻ രാജ്യത്ത് 2017 പാസ്സാക്കിയിട്ടുള്ള ഒരു ലോ ആണ്. അപ്പം അതിനുശേഷം ഞാൻ ഒരു തവണ കെനിയയിൽ പോയപ്പോൾ ഇത്തരത്തിലൊരു സംഭവമായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് വിമുക്തമായിട്ടുള്ള ഒരു രാജ്യമായി മാറാനുള്ള ശക്തമായ ശ്രമത്തിലാണ് കെനിയ പോലൊരു രാജ്യം. നമുക്കും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ പലപ്പോഴും വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പോളിസികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ ഇപ്പോഴും ഒരല്പം പിന്നിലാണ്. ചില രാജ്യങ്ങളൊക്കെ ഈ പോളിസീസ് ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിനകത്ത് പല പാകപ്പിഴകളും ഉണ്ടാകും, എങ്കിൽ പോലും ഇംപ്ലിമെൻ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം.